മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമ അത് മോഹൻലാലിൻ്റെയാണോ മമ്മൂട്ടിയുടെയാണോ? എന്നാൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമ മോഹൻലാലിൻ്റെയുമല്ല മമ്മൂട്ടിയുടെയുമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററുകളിൽ ഓടിയ 10 സിനിമകളെ പറ്റിയാണ്. അപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമ ഏതാണെന്ന് അറിയുന്നതിന് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം പറയുന്ന ചിത്രമാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമ. തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ ഓടിയ 10 മലയാള ചിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ 10ാം സ്ഥാനത്തുള്ള ചിത്രമാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ്. 1992 സെപ്റ്റംബർ 4 റിലീസ് ചെയ്ത പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രം 200 ദിവസങ്ങൾക്ക് മുകളിലാണ് തിയേറ്ററുകളിൽ ഓടിയത്. ഫാസിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകവേഷത്തിലെത്തിയത്. മമ്മൂട്ടിയെ കൂടാതെ ചിത്രത്തിൽ ശോഭന, സുരേഷ് ഗോപി, സീന ഡാഡി, മാസ്റ്റർ ബാദുഷ തുടങ്ങിയ താരങ്ങളാണ് അണിനിരുന്നത്. ഈ ഒരു ചിത്രം മലയാള സിനിമയിലെ ഒരു എവർഗ്രീൻ ഹിറ്റ് ചിത്രമാണ്. ഈ ഒരു ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുള്ള ചിത്രമാണ് തേന്മാവിൻ കൊമ്പത്ത്. 1994 മെയ് 13 റിലീസ് ചെയ്ത തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രം 250 ദിവസങ്ങൾക്ക് മുകളിലാണ് തിയേറ്ററുകളിൽ ഓടിയത്. പ്രിയദർശൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നു നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മോഹൻലാലിനെ കൂടാതെ നെടുമുടി വേണു, ശോഭന, ശ്രീനിവാസൻ, കവിയൂർ പൊന്നമ്മ, കുതിരവട്ടം പപ്പു, KPSC ലളിത, നന്ദു, ശങ്കരാടി, സുകുമാരി തുടങ്ങിയ നീണ്ട താരനിരയാണ് ചിത്രത്തിൽ അണിനിരന്നത്. 250 ദിവസങ്ങൾക്ക് മുകളിൽ തിയേറ്ററുകളിൽ ഓടിയ ഈ ചിത്രം ഒരു വൻ വിജയമായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 8ാം സ്ഥാനത്തുള്ള ചിത്രമാണ് കിരീടം. 1989 ജൂലൈ 7 തിയേറ്ററുകളിലെത്തിയ കിരീടം എന്ന ചിത്രം 250 ദിവസങ്ങൾക്ക് മുകളിലാണ് തിയേറ്ററുകളിൽ ഓടിയത്. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയ കിരീടം AK ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിലായിരുന്നു സംവിധാനം ചെയ്തത്. ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മോഹൻലാൽ ആയിരുന്നു. മോഹൻലാലിനെ കൂടാതെ തിലകൻ, പാർവതി, ജഗതി ശ്രീകുമാർ, കൊച്ചിൻ ഖനീഫ, കവിയൂർ പൊന്നമ്മ, ശങ്കരാടി തുടങ്ങിയ നീണ്ട താരനിരയാണ് ചിത്രത്തിൽ അണിനിരുന്നത്. ചിത്രത്തിലെ കീരിക്കാടൻ ജോസ് എന്ന കൊടൂര വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മോഹൻരാജ് ആയിരുന്നു. ഈ ഒരു സിനിമ മലയാള സിനിമാ പ്രേമികൾ ഇന്നും ഓർത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മോഹൻലാൽ ചിത്രമാണ് കിരീടം. മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റ് ചിത്രമായിട്ടുള്ള കിരീടത്തിന് 2ാം ഭാഗമായിട്ട് ചെങ്കോൽ എന്ന ചിത്രവും പിന്നീടെത്തി. ഈ സിനിമയും ഒരു വൻ വിജയമായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ള ചിത്രമാണ് ഹിറ്റ്ലർ. 1996 ഏപ്രിൽ 14 റിലീസ് ചെയ്ത ഹിറ്റ്ലർ എന്ന ചിത്രം ഒരു വൻ വിജയമായിരുന്നു. 300 ദിവസങ്ങൾക്ക് മുകളിലാണ് ചിത്രം തിയേറ്ററുകളിൽ ഓടിയത്. സിദ്ദിഖ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഹിറ്റ്ലർ എന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് ലാൽ ആയിരുന്നു. ചിത്രത്തിലെ ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയായിരുന്നു. മമ്മൂട്ടിയെ കൂടാതെ നീണ്ട താരനിര അണിനിരുന്ന ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ ചെയ്തത് മുകേഷ്, ശോഭന, വാണി വിശ്വനാഥ്, ജഗദീഷ്, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, MG സോമൻ, ഇടവേള ബാബു, സൈനുദ്ദീൻ എന്നിവരായിരുന്നു. ഇൻഡസ്ട്രി ഹിറ്റ് നേട്ടം സ്വന്തമാക്കിയ ഹിറ്റ്ലർ എന്ന സിനിമ മമ്മൂട്ടിയുടെ കരിയറിലെ എക്കാലത്തെയും ഒരു വൻ വിജയമായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ള ചിത്രമാണ് ആകാശദൂത്. 1993 ആഗസ്റ്റ് 13 ആകാശദൂത് തിയേറ്ററുകളിലെത്തിയത്. 365 ദിവസങ്ങൾക്ക് മുകളിലാണ് ആകാശദൂത് എന്ന ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശിപ്പിച്ചത്. ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ സിബി മലയിലായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മുരളി, മാധവി എന്നിവരായിരുന്നു. നായകനേക്കാൾ ഉപരി നായികയ്ക്കും കഥയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകി ഒരുക്കിയ ആകാശദൂത് കണ്ണു നനയാതെ കണ്ടു തീർക്കാൻ ആർക്കും സാധിക്കില്ല. മാധവി, മുരളി എന്നിവരെ കൂടാതെ നെടുമുടി വേണു, ജോസ് പ്രകാശ്, NF വർഗീസ്, ജഗതി ശ്രീകുമാർ, പ്രേം പ്രകാശ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ഒരു ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ള ചിത്രമാണ് മണിച്ചിത്രത്താഴ്. 365 ദിവസങ്ങൾക്ക് മുകളിലാണ് മണിച്ചിത്രത്താഴ് തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയത്. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തെപ്പറ്റി മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മലയാളത്തിലെ ഏറ്റവും റിപ്പീറ്റ് വാല്യുള്ള ചിത്രമായിട്ടാണ് മണിച്ചിത്രത്താഴ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോഴും ഫോണിലും TVയിലുമൊക്കെ ആളുകൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ചിത്രമാണ് മണിച്ചിത്രത്താഴ്. 1993 ഡിസംബർ 25 തിയേറ്ററുകളിലെത്തിയ മണിച്ചിത്രത്താഴ് മധു മുട്ടത്തിന്റെ തിരക്കഥയിൽ ഫാസിലായിരുന്നു സംവിധാനം ചെയ്തത്. സ്വർഗചിത്ര ഫിലിംസിന്റെ ബാനറിൽ സ്വർഗചിത്ര അപ്പച്ചനായിരുന്നു ഈ ഒരു ചിത്രം നിർമ്മിച്ചത്. വൻ താരനിര അണിനിരുന്ന മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപി എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇവരെ കൂടാതെ തിലകൻ, നെടുമുടി വേണു, ഇന്നസെന്റ്, കുതിരവട്ടം പപ്പു, വിനയ പ്രസാദ്, സുധീഷ്, KPSC ലളിത, KB ഗണേഷ് കുമാർ തുടങ്ങിയ നീണ്ട താരനിരയും ചിത്രത്തിൽ അണിനിരന്നു.
ഈ ഒരു ലിസ്റ്റിൽ 4-ാം സ്ഥാനത്തുള്ള ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. 365 ദിവസങ്ങൾക്ക് മുകളിലാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയത്. MD വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരനായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ചന്തുവായി മമ്മൂട്ടി നിറഞ്ഞാടിയപ്പോൾ ആരോമൽ ചേകവരായി സുരേഷ് ഗോപിയും ഉണ്ണിയാർച്ചയായി മാധവിയും വേഷമിട്ടു. കൂടാതെ ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ബാലങ്കെ നായർ, ചിത്ര, വിനീത് കുമാർ, ജോമോൾ, ഗീത, ക്യാപ്റ്റൻ രാജു, ദേവൻ, ശ്രീരാമൻ എന്നിവരായിരുന്നു. 1989 ഏപ്രിൽ 14 റിലീസ് ചെയ്ത ഒരു വടക്കൻ വീരഗാഥ വടക്കൻ പാട്ടിലെ വീരനായകരുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു. ചതിയൻ ചന്തു എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ MD വാസുദേവൻ നായർ തന്റെ തൂലികയിലൂടെ നായക പരിവേഷം നൽകിയപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് അവിടെ ഉണ്ടായത്. ഈ ഒരു ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുള്ള ചിത്രമാണ് കിലുക്കം. 1991 ആഗസ്റ്റ് 15 റിലീസ് ചെയ്ത കിലുക്കം 365 ദിവസങ്ങൾക്ക് മുകളിലാണ് തിയേറ്ററുകളിൽ ഓടിയത്. വേണു നാഗവള്ളിയുടെ തിരക്കഥയിൽ പ്രിയദർശനായിരുന്നു കിലുക്കം സംവിധാനം ചെയ്തത്. റോമൻ ഹോളിഡേ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിന്റെ കഥയെ ആസ്പദമാക്കിയാണ് കിലുക്കം ഒരുക്കിയത്. മോഹൻലാൽ നായകനായെത്തിയ കിലുക്കത്തിൽ രേവതിയായിരുന്നു നായികാവേഷത്തിലെത്തിയത്. ഇവരെ കൂടാതെ ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, തിലകൻ, ദേവൻ, കൊല്ലം തുളസി, തിക്കുറിശി സുകുമാരൻ നായർ, ഗണേഷ് കുമാർ തുടങ്ങിയ നീണ്ട താരനിരയും ചിത്രത്തിൽ അണിനിരന്നു. ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ ബാനറിൽ R മോഹനൻ നിർമ്മിച്ച കിലുക്കം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യുള്ള ചിത്രങ്ങളിൽ ഒന്നാണ്. ഇന്നും TVയിലും ഫോണിലുമൊക്കെ ആളുകൾ റിപ്പീറ്റ് ചെയ്തു കാണുന്ന ഒരു ചിത്രമാണ് കിലുക്കം. ഈ ഒരു ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തുള്ള സിനിമയാണ് ചിത്രം. 1988 ഡിസംബർ 23 തിയേറ്ററുകളിലെത്തിയ ചിത്രം എന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറി. പ്രിയദർശൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രം എന്ന സിനിമ 400 ദിവസങ്ങൾക്ക് മുകളിലാണ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. മോഹൻലാൽ നായകനായെത്തിയ ചിത്രത്തിൽ മോഹൻലാലിനെ കൂടാതെ രഞ്ജിനി, ലിസി, നെടുമുടി വേണു, പൂർണ്ണം വിശ്വനാഥൻ, ശ്രീനിവാസൻ, മണിയമ്പിള്ള രാജു, ജഗദീഷ്, MG സോമൻ തുടങ്ങിയ നീണ്ട താരനിരയും അണിനിരന്നു. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറിയ ചിത്രം നിർമ്മിച്ചത് PRK പിള്ളയായിരുന്നു. ഈ ഒരു ലിസ്റ്റിലെ ഒന്നാമൻ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററുകളിൽ ഓടിയ സിനിമ അത് ഗോഡ് ഫാദർ ആണ്. 1991 നവംബർ 15 റിലീസ് ചെയ്ത ഗോഡ് ഫാദർ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറി. സിദ്ദിഖ് ലാൽ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഗോഡ് ഫാദർ നിർമ്മിച്ചത് സ്വർഗചിത്ര ഫിലിംസിന്റെ ബാനറിൽ അപ്പച്ചനായിരുന്നു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മുകേഷ്, NN പിള്ള, ജഗദീഷ്, ഫിലോമിന, കനക, ഇന്നസെന്റ്, KPSC ലളിത, സിദ്ദിഖ്, തിലകൻ, ഭീമൻ രഘു, ശങ്കരാടി, ജനാർദ്ദനൻ, കൊല്ലം തുളസി എന്നിവരായിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായ ഗോഡ് ഫാദർ 405 ദിവസത്തോളമാണ് തുടർച്ചയായി തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററുകളിൽ ഓടുന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ റെക്കോർഡ് ഇനിയൊരു മലയാള ചിത്രവും തകർക്കുകയില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററുകളിൽ ഓടിയ 10 സിനിമകൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ചിത്രം ഏതാണെന്നും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാനറിയെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക.